നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലുമായി പോലീസിന്റെ ആദ്യ തെളിവെടുപ്പ് ഇന്ന് പുലർച്ചെ നടന്നിരിക്കുകയാണ്. പകൽ സമയത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രതിഷേധക്കാരുടെ തിരക്കും അതുപോലെ തന്നെ അവരുടെ ഉന്തും തള്ളും നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന് കരുതിയതുകൊണ്ട് തന്നെയായിരിക്കാം അതിരാവിലെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് പോലീസിന്റെ ഈ നിർണായകമായിട്ടുള്ള തെളിവെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ജനറൽ ആശുപത്രിയിൽ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിലെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നപ്പോൾ വളരെ പാടുപെട്ടാണ് വാഹനത്തിൽ നിന്ന് ആശുപത്രിയുടെ അകത്തേക്കും തിരിച്ചും പോലീസിനെ രാഹുലിനെ എത്തിക്കാനായിട്ട് സാധിച്ചത്. പല സംഘടനകളിൽ നിന്നുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു രാഹുൽ എത്തുന്ന ഘട്ടത്തിൽ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതൊഴിവാക്കാനായിട്ടാണ് ഇന്ന് വളരെ പുലർച്ചെ തന്നെ രാഹുലുമായിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തിയത്. പക്ഷേ എന്നാലും ചില മാധ്യമങ്ങളിലൂടെ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. രാഹുലുമായി തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിലെത്തിയ SIT സംഘം 15 മിനിറ്റാണ് അവിടെ എടുത്തത്. 15 മിനിറ്റോളം ആ ഹോട്ടലിൽ പല കാര്യങ്ങളും രാഹുലുമായി എത്തി അവിടെ തെളിവെടുപ്പ് നടത്തി ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഹോട്ടലിലെ 408 നമ്പർ മുറിയിലാണ് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. ശേഷം പോലീസ് സംഘം രാഹുലുമായി AR ക്യാമ്പിലേക്ക് മടങ്ങി. നേരത്തെ രാഹുലിനെ അടൂരിലെ വീട്ടിലും തെളിവെടുപ്പിന് എത്തിക്കുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെ അവിടെ എത്തിച്ചിട്ടില്ല. തെളിവെടുപ്പ് കഴിഞ്ഞ് തിരികെ പോലീസ് വാഹനത്തിലേക്ക് കയറുന്നതിന് മുൻപായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും ഒന്നും പറയാതെ രാഹുൽ വാഹനത്തിൽ കയറുകയായിരുന്നു. രാഹുലിന്റെ മുഖത്ത് ഇപ്പോഴും ആ ചിരി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷേ എന്തൊക്കെ വന്നാലും താൻ രക്ഷപ്പെടും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ ചിരിയാണോ രാഹുലിന്റെ മുഖത്ത് എന്നുള്ളതാണ് അറിയാനുള്ളത്. രാഹുൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഘട്ടത്തിലടക്കം പലപ്പോഴും പോലീസ് വാഹനത്തിൽ നിന്ന് രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴെല്ലാം തന്നെ ആ ചിരിയാണ് രാഹുലിന്റെ മുഖത്ത് കാണാൻ സാധിച്ചത്. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കൊക്കെ തന്നെ മൗനമായിരുന്നു രാഹുലിന്റെ മറുപടി. പക്ഷേ ഒരു ചെറുപുഞ്ചിരിയിലൂടെ അവരെ എല്ലാം തന്നെ ഫേസ് ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ പുഞ്ചിരിച്ച മുഖവുമായി ഹോട്ടലിലേക്ക് കയറിയ രാഹുലിന്റെ മുഖത്ത് പക്ഷേ മടങ്ങിയപ്പോൾ ചിരി മാഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ഹോട്ടലിലെ രജിസ്റ്ററിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണത്. രജിസ്റ്ററിൽ സംഭവ ദിവസം 408 നമ്പർ മുറി അതിജീവിതയുടെ പേരിലാണുള്ളത്. അതേസമയം ഒപ്പമുണ്ടായിരുന്ന ആളുടെ പേര് രാഹുൽ BR എന്നാണ്. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യഥാർത്ഥ പേര്. എന്നാൽ സംഭവ ദിവസം ഇവർ ഹോട്ടലിലെത്തിയ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചില്ല. 21 മാസം പിന്നിട്ടതിനാൽ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിട്ടില്ലെന്നായിരുന്നു മറുപടി. ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതിനായി ഹാർഡ് ഡിസ്ക് പോലീസ് കണ്ടെടുത്തു. തെളിവെടുപ്പിൽ ഹോട്ടൽ മുറിയും രാഹുൽ തിരിച്ചറിഞ്ഞതായാണ് വിവരം. ഹോട്ടലിലെ 408 നമ്പർ മുറിയിൽ എത്തിയിരുന്നതായും രാഹുൽ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. 2024 ഏപ്രിൽ 8 ഉച്ചയ്ക്ക് 1:45 ഇവിടെ എത്തിയതായും യുവതിയുമായി 1 മണിക്കൂറോളം ചിലവഴിച്ചതായും സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ പീഡനത്തെക്കുറിച്ചുള്ള പോലീസിന്റെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മൗനമായിരുന്നു മറുപടി. ആ 1 മണിക്കൂറിലാണ് തന്നെ അതിക്രൂരമായി രാഹുൽ ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്നുള്ള മൊഴി യുവതി നൽകിയിട്ടുള്ളത്. ഇന്ന് രാവിലെ 5:40 പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നും തിരുവല്ലയിലേക്ക് രാഹുലുമായി പോലീസ് സംഘം പുറപ്പെട്ടത്. തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതായിരുന്നു അതിജീവിതയുടെ പരാതി. പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സംഘം ഹോട്ടലിന് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു. തെളിവെടുപ്പിന് രാഹുലിനെ കൊണ്ടുവരുമെന്നറിഞ്ഞ് ഇവിടേക്ക് ആളുകളും എത്തുന്നുണ്ടായിരുന്നു. അതേസമയം തെളിവെടുപ്പിനായി രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുപോകണമോ എന്ന കാര്യത്തിൽ പോലീസ് ഇന്ന് തീരുമാനമെടുക്കും. ചൊവ്വാഴ്ച രാഹുലിനെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും അന്വേഷണത്തിനോട് സഹകരിക്കുന്നില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. ലൈംഗിക പീഡന കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തേക്കാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. വെള്ളിയാഴ്ചയാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും മുമ്പ് ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നും അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. പരാതിക്കാരിയുടെ മൊഴിയെടുത്തത് വീഡിയോ കോൺഫറൻസ് വഴിയാണെന്നും മൊഴിയെടുത്താൽ 3 ദിവസത്തിനകം ഒപ്പിടണമെന്ന വ്യവസ്ഥ പാലിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ച മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തിരുന്നു. രാഹുൽ അറസ്റ്റ് ചെയ്ത പാലക്കാട് KP ഹോട്ടലിൽ നിന്നാണ് ഫോൺ കണ്ടെത്തിയത്. നിർണായക വിവരങ്ങൾ ഫോണിൽ ഉണ്ടെന്നാണ് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. 3ാമത്തെ ബലാത്സംഗ കേസിൽ ശനിയാഴ്ച 12:30 പാലക്കാട്ടെ KP ഹോട്ടലിൽ നിന്ന് രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്.
പാലക്കാടും വടകരയിലും ഇനി പരിശോധന നടത്താനാണ് നീക്കം. രാഹുലുമായി ബന്ധമുള്ള മറ്റു ചില സ്ഥലങ്ങളിലും പരിശോധന നടത്തും. അതേസമയം പാലക്കാട് ഹോട്ടൽ മുറിയിൽ നിന്ന് ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിലെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കും അയക്കും. ഫോണിൽ നിർണായക ചാറ്റുകൾ ഉണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഫോൺ കയ്യിൽ എടുക്കണമെന്നാണ് രാഹുൽ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പോലീസ് സമ്മതിച്ചിരുന്നില്ല. പിന്നീട് മുറിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു രാഹുലുമായി അന്വേഷണ സംഘം തിരുവല്ലയിലെ ഹോട്ടലിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പിനിടെ യുവജന രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പോലീസ് വലിയ സുരക്ഷയും ഒരുക്കിയിരുന്നു. 3 ദിവസത്തേക്കാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുലിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. 15-ന് വൈകിട്ടാണ് രാഹുലിനെ തിരികെ കോടതിയിൽ ഹാജരാക്കേണ്ടത്. 16-ന് രാഹുലിന്റെ ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കും. ഇതിനിടയിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് തെളിവെടുപ്പിന് അന്വേഷണ സംഘം മുതിരും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. വളരെ നിർണായകമായിട്ടുണ്ടായിരുന്ന യുവതി കൃത്യമായി മൊഴിയിൽ പറഞ്ഞിരുന്ന ഹോട്ടലിലാണ് ഇന്ന് പുലർച്ചെ രാഹുലുമായി തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഇനി പാലക്കാടും അതുപോലെ തന്നെ വടകരയിലും രാഹുലിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലും ഇനി സ്പെഷ്യൽ അന്വേഷണ സംഘം എത്തുമോ എന്നുള്ളത് കൂടി ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ വളരെ നിർണായകമായിട്ടുള്ള മറ്റ് പല നീക്കങ്ങളും രാഹുലിനെതിരെ നടക്കുന്നുണ്ട്. കാരണം ഇനിയും കൂടുതൽ ആളുകൾ ആരോപണം ഉന്നയിച്ചു വരുമോ എന്നുള്ളത് കൂടി ഇവിടെ അറിയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ 3 ആളുകളാണ് രാഹുലിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നത്. മാത്രമല്ല കൃത്യമായിട്ടുള്ള തെളിവുകളും അതുപോലെ സാക്ഷിമൊഴികളുണ്ട്. വളരെ നിർണായകമായിട്ടുള്ള നാടകീയമായിട്ടുള്ള അറസ്റ്റുമായിരുന്നു രാഹുലിന്റെ കേസിൽ നടത്തിയിരുന്നത്. ആദ്യത്തെ 2 തവണയും രാഹുലിനെ ഒരു പഴുതുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ തികച്ചും പോലീസ് സേനയിലുള്ള വളരെ ചോർന്നു പോകാതിരിക്കാൻ വളരെ കുറച്ച് ആളുകൾ മാത്രം അറിയാവുന്ന ഒരു രഹസ്യ ഓപ്പറേഷനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നത്. ഇപ്പോൾ രാഹുൽ റിമാൻഡിലാണ്. ഇനി രാഹുലിന്റെ ജാമ്യ ഹർജി വീണ്ടും 16-നാണ് പരിഗണിക്കുന്നത്. അന്നറിയാം രാഹുലിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അതിനിടയിൽ എവിടെയൊക്കെ ഇനി രാഹുലുമായിട്ട് എത്തും, ചോദ്യം ചെയ്യലിനും അതുപോലെ തന്നെ തെളിവെടുപ്പിനായിട്ട് എത്തും എന്നുള്ളത് കൂടി ഏറെ നിർണായകമാണ്.